ഹായ് കൂട്ടുകാര്, ഇന്ന് ചക്കവട ഉണ്ടാക്കാൻ പോവുക. ചക്കവട ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടത് ചക്കയാണല്ലോ. ചക്ക ഞാൻ നന്നാക്കിയിട്ട് 2 ചക്ക നന്നാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് പ്ലാസ്റ്റിക് കവർ ഫ്രിഡ്ജിൽ വെച്ചതാ. ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ എടുക്കും. കാരണം ചക്ക പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചക്കവടയാ. ചക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നമുക്ക് മിക്സിയിൽ ചിരക്കി എടുക്കണം. അപ്പൊ ഇത്രയും വലുത് ചേർക്കാൻ പറ്റൂ. പക്ഷെ അതങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പൊ നമുക്ക് ഒരേ വലുപ്പത്തിലൊന്ന് ചെറുതാക്കി എടുക്കുക. ചക്കകാലത്ത് ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അതിനുള്ള ചക്കക്കാലം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അതിന്റെ ടൈമാ. ചക്ക ചിപ്സ് തന്നെ ഉണ്ടാക്കിയത് എടുത്തു വെച്ചാൽ കുറെ ദിവസത്തിന് കാപ്പിക്ക് കഴിയും. ഇത് ഇന്നത്തെ കാപ്പിക്കടിയായി. ഇന്നലെ വരെ ചക്ക ചിപ്സ് ഉണ്ടായിരുന്നു. ചക്ക ചിപ്സ് നല്ല ടേസ്റ്റാ. അതുപോലെ തന്നെയാണ് ചക്കവടയും. ഉള്ളിവട, പരിപ്പ് വട, ഉഴുന്നുവട, ചക്കവട, അങ്ങനെ കുറെ വടകളുണ്ട്. അതിനൊക്കെ ഒന്ന് കവച്ച് വെക്കും ഈ ചക്കവട. അപ്പൊ ഞാന് ചക്ക ഇങ്ങനെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചക്ക നന്നാക്കാൻ ഭയങ്കര ഒരു പാടാ. അപ്പൊ നമുക്ക് കയ്യിൽ വിളഞ്ഞാവും. അത് നന്നാക്കണം, വൃത്തിയാക്കണം, പരിസരം നന്നാക്കണം, ഒക്കെ ഉണ്ട് ഒരു പണി. അപ്പൊ ഒന്നിച്ചങ്ങോട്ട് നന്നാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതിന് തുറക്കുക, കവറിലിട്ട് അങ്ങ് കവറിലിട്ട് കെട്ടി വെച്ചാൽ ഫ്രിഡ്ജിൽ. എന്നാലും 1 നമ്പർ ആ ഫ്രഷ് പോവാണ്ട് കിട്ടും. ഇത് കണ്ടില്ല, ഇതിപ്പോ 3-4 ദിവസം ആയതാ. ഒരു കുഴപ്പമില്ല. ഒരു ഇതുണ്ടാവില്ല, പഴുത്ത് പോവോ എന്നുള്ള ഒരു മധുരം വരുമോ എന്നുള്ളതൊക്കെ പഴയതായാലും അതൊന്നുമില്ല. നല്ല ഫ്രഷ്. ഈ ജാറിനെ ഒരു 3 ജാറുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നടുത്തത് എടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ അരക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെറുക്കാൻ എടുക്കുന്നത്. ഒറ്റ ഒരു കറുത്തം മതി, നല്ലോണം അരിയണ്ട. പിന്നെ നമ്മള് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിൽ തന്നെ ഉണ്ടാവും കുറച്ച് ഒരു വെള്ളം ഉണ്ടാവും. ചെറുക്കി എടുക്കട്ടെ. അരച്ചെടുത്തു. നല്ലോണം അരിയണ്ട. കുറച്ച് വലിയ പാത്രം എടുത്തത്. നമുക്ക് പലതും ഇതിൽ ഇടാനുണ്ട്, ഇത് കുഴച്ചെടുക്കാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊരു വലിപ്പമുള്ളത് എടുത്തതാ. നമ്മൾ കുറെ ആളുണ്ടെങ്കിൽ ചക്കന്റെ ചുളന്റെ എണ്ണം കൂട്ടണം. ഇവിടെ പിന്നെ കുറച്ചേ ഉള്ളൂ, ആൾക്കാർ അധികമില്ല. അതുകൊണ്ട് അത്രയും ഞാൻ വട ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കറക്കിയെടുത്ത ചക്കയില് ഉള്ളി, ഇഞ്ചി ചതക്കിയിടുന്നു, കറിവേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റിന് കുറച്ച് മസാലപ്പൊടി, പെരുംജീരകം പൊടിച്ചു പോയി എൻ്റെ അടുത്തുള്ളത്. ഞാൻ കുറച്ച് അത് ഇടുന്നുണ്ട്. അരിപ്പൊടി, കടലപ്പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുക. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതില് ചക്കയില ഉണ്ടല്ലോ, ചക്കച്ചോളയിൽ കുറച്ച് കട്ടിയുള്ള ചോള ആയതുകൊണ്ട് തന്നെ ഇതില് കുറച്ച് വെള്ളം ഉണ്ട്. നൈസ് പലതരം ചക്ക ഉണ്ട് കേട്ടോ. നൈസ് ഉണ്ടാവും, കട്ടിയുള്ള ഉണ്ടാവും, മഞ്ഞച്ചുള ഉണ്ടാവും, ചുവപ്പ് ഉണ്ടാവും, വെള്ള ഉണ്ടാവും. എൻ്റെത് വെള്ള ചക്ക കട്ടിയുള്ളതാ ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. എല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പരത്തായി. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കടലറ്റിന്റെ ആകൃതിയിൽ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. കുറച്ചിങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ എടുക്കുക. കയ്യിൽ എണ്ണ വരട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല മട്ടത്ത് നിന്നോളൂ, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വെക്കുന്ന പാത്രത്തിലും എണ്ണ വരട്ടണം. ഇത് നല്ല സുഖമാണ്. കുട്ടികൾ ചക്കപ്പുഴുക്കൊന്നും തിന്നാത്ത കുട്ടികളാണെങ്കിൽ വൈകുന്നേരം കടി ഇതിങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ വടക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഞാനത് ചൂടാൻ പോട്ടെ. അടുപ്പത്ത് വെച്ചു, ഗ്യാസ് വെച്ചിട്ട് എണ്ണ ഒഴിക്കട്ടെ. എന്താ എണ്ണ ചൂടായി വന്നു, ഇട്ട് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇതാ കുഴപ്പമില്ലാണ്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് പച്ചച്ചക്കയാണ്, വേവിച്ചതല്ല. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അങ്ങനത്തെ ഒക്കെയാണല്ലോ. ഫ്ലെയിം ഒന്ന് കുറച്ചിടുക, ഇത്ര അങ്ങ് സ്ട്രോങ്ങിൽ വേണ്ട. നല്ല മുരിമുരിപ്പുണ്ട് കേട്ടോ, കറുമുറയെ തിന്നാ. ഞാനിതാ ഉണ്ടാക്കിയ തിന്ന് നോക്കി, സൂപ്പറാ. നമുക്ക് ഇനി എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. ചക്ക കൊറേ ഫ്രിഡ്ജിൽ വേണം. നമ്മ അപ്പം ചക്കയൊന്നും ഇടാൻ കഴിയൂല, കാരണം ഭയങ്കര മഴയാ. ചക്ക ഒരുമിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ചുളയെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. നമ്മളെ ആവശ്യത്തിനൊക്കെ എടുക്കുക. ചിപ്സ് ഉണ്ടാക്കുക, ചക്ക പുഴുക്ക് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള വട ഉണ്ടാക്കുക, പഴുത്ത ചക്കയാണെങ്കിൽ ചക്കട ഉണ്ടാക്കുക. എല്ലാത്തിനും ടൈമാ ഇപ്പൊ. നല്ല മഴ ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി തിന്നാ നല്ലൊരു ടേസ്റ്റുവാ. ഇതെന്ത് രസാന്നറിയോ തിന്നിട്ട്. ആദ്യം ഉണ്ടാക്കിയൊക്കെ തിന്നുപോയി, 2 ബാക്കിയുള്ളൂ. ഇതൊക്കെ കറിവേപ്പില വറുത്തെടുത്താല് നല്ലൊരു ടേസ്റ്റ് അതിലങ്ങിട്ടാല്. നല്ല അടിപൊളി ചക്ക വട റെഡി ആയിട്ടുണ്ട്. ഇവിടെ കറിവേപ്പിലയൊക്കെ നല്ല മുരിഞ്ഞും കിട്ടുക, നല്ല മുരിച്ചിലുണ്ട് മൊത്തത്തിൽ. ഇത് എന്തൊരു ടേസ്റ്റ് ഉണ്ട് എന്നറിയോ. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ചക്ക കാലത്ത് ചക്കന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ എന്റെ ചക്ക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.